പോലീസ് ഫോൺ ചോർത്തുന്നു എന്നത് പല സംസ്ഥാനങ്ങളിലും കേട്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ CPM-ൻ്റെ MLA-മാർ ഫോൺ ചോർത്താറുണ്ടെന്ന് ഇതാദ്യമായാണ് കേൾക്കുന്നത്, കാണുന്നതും. സംഭവം ഞെട്ടിക്കുന്നതാണ്, ശരിയുമാണ്. അതീവ സുരക്ഷാ ഭീഷണിയുള്ളൊരു കാര്യമാണ് PV അൻവർ MLA അറിയാതെ വെളിപ്പെടുത്തിപ്പോയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ഉൾപ്പെടെ താനും ചോർത്തിയിട്ടുണ്ടെന്നും അൻവർ പരസ്യമായി തന്നെ സമ്മതിച്ചിരുന്നു. പോലീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്തിരുന്ന കാര്യമാണ് ഈ ഫോൺ ചോർത്തൽ. അതാണ് വളരെ നിസ്സാരമായി അൻവർ സാധിച്ചെടുത്തത്. അതെങ്ങനെ സംഭവിച്ചു? അതിന് ആരൊക്കെ കൂട്ടുനിന്നു? PV അൻവർ എങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദിവസം തോറുമുള്ള ഫോൺ ചോർത്തി? അത് ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഭരണകക്ഷി MLA ആയ PV അൻവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സംഭാഷണം ചോർത്തി എന്ന കുറ്റസമ്മതം അതീവ ഗൗരവത്തോടെയാണ് രാജ്ഭവനും ഏറ്റെടുത്തിരിക്കുന്നത്. സംഭവത്തെപ്പറ്റി അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. സംസ്ഥാന DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനോടും അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണം വിവരമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരമൊരു ഫോൺ ചോർത്തൽ, അതും അനൗദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ഭരണകക്ഷിയായ ഇടതിലെ ഒരു MLA തന്നെ നടത്തിയത് തീർത്തും അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. അടിയന്തരമായ നടപടി സംഭവത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് ഗവർണർ കേന്ദ്രത്തിലും റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മൂക്കിന് തുമ്പിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ സുരക്ഷയെപ്പോലും ചോദ്യം ചെയ്യുന്നതാണ് ഈ MLA-യുടെ ഫോൺ ചോർത്തലെന്ന് ആദ്യമേ വിമർശനം ഉയർന്നിരുന്നു. പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നേ എന്ന് ഇവിടെ കേരളത്തിലിരുന്ന് മറുപടി കൂട്ടുന്ന ഇടത് നേതാക്കൾ തന്നെയാണ്, അവരുടെ MLA-മാർ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന് കേൾക്കുമ്പോൾ ആരാണ് പ്രതികരിച്ചു പോകാത്തത്? ഇതൊക്കെ ഇടതുകാർക്ക് മാത്രമേ ചെയ്യാവൂ, അവർക്ക് മാത്രമേ ചെയ്യാൻ ലൈസൻസ് ഉള്ളൂ എന്ന ഹുങ്കാണ് കേരളത്തിലെ CPM-ന്. PV അൻവറിനെ പിണറായി വിജയൻ നിസ്സാരമായാണ് തള്ളിക്കളഞ്ഞത്. അപ്പോൾ പിന്നെ ADGP അജിത് കുമാർ വെറുതെ ഇരിക്കുമോ? മുഖ്യമന്ത്രി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ADGP നേരെ DGP-യുടെ മുന്നിൽ ചെന്ന ഒരൊറ്റ മൊഴി. അതിൽ PV അൻവറിൻ്റെ ഭൂതകാലവും വർത്തമാനവും ഭാവിയും ഒക്കെയുണ്ട്. അൻവർ ആരായിരുന്നു? പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നപ്പോൾ ചെയ്തത് എന്തൊക്കെ? ഇപ്പോൾ സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ചെയ്യുന്നത് എന്തൊക്കെ? ഇന്ത്യയിലും ആഫ്രിക്കയിലുമൊക്കെ അൻവർ ചെയ്യുന്ന ബിസിനസ് ഏതൊക്കെ, എന്തൊക്കെ? ഇതെല്ലാം തൻ്റെ ഇൻ്റലിജൻസ് സ്വാധീനം ഉപയോഗിച്ച് ശേഖരിച്ച വിവരങ്ങൾ അജിത് കുമാർ അതൊക്കെ DGP-ക്ക് മുമ്പേ നിരത്തിയപ്പോൾ DGP-ക്ക് പോലും ഉത്തരം മുട്ടിയതുപോലെ. അതോടെ അൻവറിന് മനസ്സിലായി പണി പാളുകയാണെന്ന്. അതോടെ തൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് അൻവർ DGP-ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ആരെയും പേടിയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ്. ദത്താത്രേയ ഹൊസബാലജിയുമായും രാമാധവ്ജിയുമായും അരുതാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത ആളാണ് അജിത് കുമാർ എന്ന് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു നടന്ന ആളാണ്. RSS-ന്റെ സമുന്നത നേതാക്കളെ പരസ്യമായി അവഹേളിക്കാൻ ശ്രമിച്ച ഇടത് MLA തന്നെയാണ് PV അൻവർ. ഈ ആരോപണങ്ങൾ തനിക്കെതിരെയും തൻ്റെ മകൾക്കെതിരെയുമാണ് വിളിച്ചുകൊണ്ടതെന്ന് എന്നാണോ മുഖ്യമന്ത്രിക്ക് മനസ്സിലായത്, പിന്നെ മുഖ്യമന്ത്രിക്ക് തെല്ലൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല അൻവറിനെ തള്ളിപ്പറയാൻ. അങ്ങനെ മുസ്ലിം ലീഗിന് ഇടത് സർക്കാരിലുണ്ടായിരുന്ന ഒരു രഹസ്യ താങ്ങ്, ആ താങ്ങാണ് പിണറായി വിജയൻ നിഷ്കരണം തള്ളിയിട്ടത്. ലീഗിൻ്റെ ഏറെ വലിയ പ്രതീക്ഷയായിരുന്നു അൻവർ. ഇന്നല്ലെങ്കിൽ നാളെ അൻവർ മുസ്ലിം ലീഗിലേക്ക് വരുമെന്നും നിലമ്പൂർ മണ്ഡലം കൂടെ കൊണ്ടുവരുമെന്നൊക്കെ ഏറെക്കാലമായി പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ്. നേരത്തെ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി ഒരു തോക്ക് ലൈസൻസിനായി അൻവർ മലപ്പുറം ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. തോക്ക് ലൈസൻസിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന അൻവറിന് ഇപ്പോൾ വേണ്ടത് പോലീസ് സുരക്ഷയാണ്. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ താൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്യുകയാണെന്നും ആ സാഹചര്യത്തിൽ സമൂഹത്തിലെ ചില ക്ഷുദ്രശക്തികൾ തന്നെ കൊല്ലുവാനും കുടുംബത്തെ അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അൻവറിൻ്റെ വാദം. തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു ക്രിമിനൽ സംഘം ഊമക്കത്ത് അയച്ചതായും അൻവർ പറയുന്നു. ആ കത്തിൻ്റെ പകർപ്പും അൻവർ DGP-ക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെയാണ് തനിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് അൻവർ സംസ്ഥാന സർക്കാരിനോട്, പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം എടവണ്ണ ഒതായിൽ താമസിക്കുന്ന കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കണമെന്നാണ് ആവശ്യം. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനും ADGP MR അജിത് കുമാറിനുമെതിരെയാണ് അൻവറിൻ്റെ പ്രധാന ആരോപണങ്ങൾ. ആ രണ്ടുപേരെയും അൻവറിന് ഇന്നും അന്നും പേടിയാണ്. ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒപ്പം നിൽക്കുമെന്ന വിശ്വാസം അൻവറിനുണ്ടായിരുന്നു. എന്നാൽ അൻവർ വെറും ഇടത് സ്വതന്ത്രനാണല്ലോ, പിണറായിയെ മൊത്തത്തിലിടതാണ്. അപ്പോൾ പിന്നെ ആ സ്വഭാവം തന്നെ കാണിക്കും. അത് തന്നെ കാണിച്ചു. ആരോപണ ശരങ്ങൾ എഴുതി വിട്ട അൻവറിനൊപ്പം മുഖ്യമന്ത്രി നിന്നില്ല, പാർട്ടി നിന്നില്ല, ഇനിയോട്ട് നിൽക്കത്തുമില്ല. പുകഞ്ഞ കൊള്ളി പുറത്തെ എന്നാണ് CPM-ന്റെ നിലപാട്. ഇതോടെ വെട്ടിലായത് PV അൻവറാണ്. പക്ഷേ അൻവറിൻ്റെ പരാതിയിൽ
DGP അന്വേഷണം നടത്തുന്ന അതേ വേഗതയിൽ തന്നെ ADGP അജിത് കുമാറിൻ്റെ മൊഴിയിലും അൻവറിനെതിരെയും അന്വേഷണം നടത്തുമെന്ന് ഉറപ്പാണ്. ഇതിനു പുറമെയാണ് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയത് അൻവർ എങ്ങനെയാണെന്നും ആരൊക്കെ PV അൻവറിനെ പോലീസ് വകുപ്പിൽ സഹായിച്ചു എന്നൊക്കെ പോലീസ് വളരെ വിശദമായി അന്വേഷിക്കുക. എന്തായാലും ഇടത് MLA-മാരും ഇടത് സർക്കാരുമൊക്കെ ചേർന്ന് കേരളത്തെ അതീവ ഗുരുതരമായൊരു ഭീകരാവസ്ഥയിലേക്കാണ് ഇപ്പോൾ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തം. ആർക്കും ആരുടെയും ഫോൺ ചോർത്താമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇപ്പോൾ ഇടത് MLA-മാർ നൽകുന്നത്.